എല്ലാവർക്കും ഏസ് ട്യൂഷൻ സെന്റർ അഞ്ചലിന്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് Cbse മാത്തമാറ്റിക്സ് 10th മാത്തമാറ്റിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള പോളിനോമിയൽസിന്റെ 4ാമത്തെ ക്ലാസ് ആണ്, 4th ക്ലാസ് ആണ് നമ്മളിവിടെ ഇന്ന് എടുക്കുന്നത്. കഴിഞ്ഞ 3 ക്ലാസ്സുകളും കണ്ടിരിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ. നമ്മൾ 4ാമത്തെ ക്ലാസ്സിൽ കുറച്ചധികം പ്രോബ്ലംസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് നിർത്തിയ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അവിടെ നിന്ന് ബാക്കിയായിട്ട് കുറച്ചധികം പ്രോബ്ലംസ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആ പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് വർക്ക്ഔട്ട് ചെയ്യുന്നത്. എല്ലാവരും ബുക്കും പേന എടുത്ത് ഈ പറയുന്ന ക്ലാസ്സിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു വരിക. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഡിവിഷൻ അൽഗോരിതം ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ചെയ്തത്. എന്തായിരുന്നു ഡിവിഷൻ അൽഗോരിതം പറയുന്നത്? ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ആണല്ലോ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഡിവൈഡ് 3x² മൈനസ് x³ മൈനസ് 3x പ്ലസ് 5 by x minus 1 and verify the division algorithm. അപ്പം ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, അതിനുശേഷം ഡിവിഷൻ അൽഗോരിതം വെരിഫൈ ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ലോങ് ഡിവിഷൻ വെച്ചാണ് ചെയ്യുന്നത്. അതെങ്ങനെ ചെയ്യുന്നത് എല്ലാവരും ശ്രദ്ധിക്കൂ. ലോങ് ഡിവിഷൻ ചെയ്യാൻ ആദ്യം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇത്തിരി പ്രയാസം തോന്നുന്ന ഭാഗമാണ് ഈ ലോങ് ഡിവിഷൻ. പലരൊക്കെ സംശയങ്ങൾ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ നോക്കൂ, നമുക്ക് ഡിവിഷൻ അൽഗോരിതം എഴുതുമ്പോൾ ഈ വലിയ ഇതിനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇതിനാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇത് വെച്ചാണ് ഡിവൈഡ് ചെയ്യുന്നത്. നമ്മൾ അതിനെ ഡിവൈസർ എന്ന് പറയും. അപ്പൊ ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും പവർ കൂടിയത് എക്സിന്റെ ക്യൂബ് അല്ലേ, ⁻³ അല്ലേ, അത് വേണം ആദ്യം എഴുതാൻ. അപ്പൊ ആദ്യം എഴുതേണ്ടത് -x³ വേണം ആദ്യം എഴുതാൻ. പിന്നെ സ്ക്വയർ വരുന്നത്, സ്ക്വയർ എന്താ, +3x², അതാണ് രണ്ടാമത്. പിന്നെ എക്സ് വരുന്നത് അത് -3x, അതിനുശേഷം എക്സ് ഒന്നും ഇല്ലാത്തത് +5. ഓക്കെ ആണല്ലോ. ഡിവൈഡഡ് ബൈ എന്ത് വെച്ചാ ഡിവൈഡ് ചെയ്യണ്ടേ? x-1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അവിടെ മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല, അതുപോലെ തന്നെ നടക്കുന്നത്. ആദ്യം എക്സിൻ്റെത് പിന്നെ എക്സ് ഇല്ലാത്തത്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എക്സിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് -x³ ആകും എന്ന് നോക്കണം. എക്സിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -x³ ആകും എന്ന് നോക്കണം. അപ്പൊ അത് അറിയാവുന്നവർ ഡയറക്റ്റ് അവിടെ എഴുതാം, ചിലർക്ക് അത് അറിയാൻ പാടില്ലായിരിക്കും. അറിയാൻ പാടില്ലാതെ എന്ത് ചെയ്യണം എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എങ്ങനെ, ഈ മൈനസ് അതുപോലെ ഇടുക. x³ എന്ന് പറഞ്ഞാൽ x ആണ്. നമുക്ക് എന്തുകൊണ്ടാണ് ഇതുകൊണ്ടല്ലേ നോക്കേണ്ടത്? അത് താഴെ /x എന്ന് എഴുതാം. ആ ഒരു എക്സും കട്ടായി പോകും. ബാക്കി എന്തുണ്ട്? -x × x. വാട്ട് ഇസ് x × x? x². മൈനസ് ഉള്ളതുകൊണ്ട് -x². അപ്പോ എക്സിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ, എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് -x³ ആകും? അത് -x² കൊണ്ടാണ്. ആ -x² മുകളിൽ എഴുതും. അതിനുശേഷം എന്ത് ചെയ്യണം? ഈ ഇവിടെ കിട്ടി എന്താണോ അതുകൊണ്ട് ഇവിടുത്തെ ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്ത് താഴെ എഴുതണം. അപ്പോ -x² × x, അത് ഇത് തന്നെ ആയിരിക്കും കിട്ടുന്നത്, -x³. അടുത്തതായിട്ടോ -x² × -1, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1 × x² പ്ലസ് x², അത് x² താഴെ എഴുതുക. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇത് കുറയ്ക്കുക. ഇത് ചെയ്യുമ്പോൾ 0 ആയിരിക്കും. ഇവിടെ എന്താണോ സൈൻ, ആ സൈൻ ഓപ്പോസിറ്റ് ആക്കിയിട്ട് ആഡ് ചെയ്യുക. അപ്പൊ ഇത് പ്ലസ് എന്നുള്ളത് എന്താക്കുക, മൈനസ് ആക്കുക, തമ്മിൽ ആഡ് ചെയ്യുക. അപ്പൊ എന്തായി? 3x² - x². വാട്ട് ഇസ് 3x² - x²? അത് +2x² ആണ്. ഇവിടെ അടുത്ത ആൾക്കാർ താത്തിറക്കാം. ഇവിടെ ഒരു -3x ഉണ്ട്, വേണം ഇവനെയും കൂടെ താത്തിറക്കുക, പിന്നെ മറന്നു പോയിരിക്കാൻ ഇവിടെ കിടന്നോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് വരുമ്പോൾ +5 അങ്ങ് മറന്നു പോകും. അതുകൊണ്ട് അവനെയും കൂടെ താത്തിറക്കും. അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്താ? ഇനി ചെയ്യേണ്ടത് എക്സിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് 2x² ആകും എന്ന് നോക്കണം. അപ്പൊ എക്സിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് 2x² ആകും? അത് 2x കൊണ്ടാണ്, 2x കൊണ്ട്. അതറിയാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 2x² എഴുതാം. അപ്പൊ 2x² 2 × x × x എന്ന് എഴുതാം. എന്തുകൊണ്ടാണ് നോക്കണ്ടേ? എക്സ് കൊണ്ടല്ലേ നോക്കണ്ടേ? ആ എക്സിന് താഴെ എഴുതാം. അപ്പൊ ഒരു എക്സ് കട്ടായിരിക്കും. ബാക്കി എന്ത് കിട്ടും? 2x എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം? ഈ 2x കൊണ്ട് ഇതിനെ ഓരോന്നിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ എങ്ങനെയാ? 2x × x. 2x × x എന്താ? അത് 2x². ഇത് തന്നെ കിട്ടും. അടുത്ത 2x × -1. വാട്ട് ഇസ് 2x × -1? -2x. ഇനി എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ ഇത് 0 കിട്ടും. ഇവിടെ സൈൻ മാറ്റുക, പ്ലസ് ആക്കുക. അപ്പൊ -3 + 2. വാട്ട് ഇസ് -3 + 2? -1. അപ്പൊ -1x എന്ന് പറഞ്ഞാൽ -x. താഴെ താത്തറയ്ക്കാൽ ഒരു +5 ഉണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് പഴയത് റിപ്പീറ്റ് ചെയ്യുക. എക്സിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -x കിട്ടും? എക്സിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -x ആവുന്നത്? അത് -1 കൊണ്ടാണ്. ആ -1 മുകളിൽ എഴുതുക. -1 × x -x. അടുത്തോ -1 × -1. വാട്ട് ഇസ് -1 × -1? അത് +1. ഇത് 0 ആയിരിക്കും. ഇവിടെ മൈനസ് ആക്കുക. വാട്ട് ഇസ് 5 - 1? 5 - 1 is 4. ഇനി നമുക്ക് ചെയ്യാൻ വല്ല എക്സ് കൂടെ ഉണ്ടോ? ഇല്ല, കഴിഞ്ഞു. അപ്പൊ നമുക്ക് കിട്ടി
കിട്ടിയെങ്കിൽ നമുക്ക് ഓരോന്നും എഴുതി നോക്കാം. നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്യുന്ന വലിയ ഇത് അതാണ് നമ്മുടെ ഡിവിഡൻഡ്. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 3x² നമുക്ക് അതിനെ ഈ ഓർഡറിലൊക്കെ അറേഞ്ച് ചെയ്ത് ആദ്യം എഴുതിയേക്കാം അല്ലയോ? നമ്മൾ എഴുതിയേക്കുന്ന ഓർഡർ ഏതാ? -x³ + 3x² - 3x + 5. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഡിവിഡൻഡ് നമ്മൾ എഴുതി. ഇങ്ങനെ ഒരു ഡിവൈസർ എന്തായിരുന്നു? x - 1. അപ്പം ഡിവൈസർ ഇസ് ഈക്വൽ ടു x - 1. ഇപ്പൊ കിട്ടിയ ഒരു ആൻസർ അല്ലേ ഈ ആൻസർ? ഇതിനാണ് നമ്മൾ കോഷ്യന്റ് എന്ന് പറയുന്നത്. കോഷ്യന്റ് എന്താ? അപ്പോ -x² + 2x - 1. ലാസ്റ്റ് കിട്ടിയ 4 അല്ലേ ഇവിടെ കിട്ടിയേക്കുന്ന 4? അതാണ് റിമൈൻഡർ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതാണ് റിമൈൻഡർ. അപ്പം റിമൈൻഡർ എന്താ? 4. അപ്പൊ നമ്മളെല്ലാം എടുത്ത് എഴുതി. നമുക്ക് എന്തൊക്കെ കിട്ടി? നമുക്ക് കിട്ടിയത് തന്നെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് ഇത് ഡിവിഡൻഡ്, ഇത് ഡിവൈസർ, ഇപ്പൊ കിട്ടിയ ആൻസർ അത് കോഷ്യന്റ്, റിമൈൻഡർ ആണ് ലാസ്റ്റ് കിട്ടുന്നത് 4 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ കൂടെ ഒരു സംഭവം ഉണ്ട്. എന്താ ഉള്ളത്? വേരിഫൈ ഡിവിഷൻ അൽഗോരിതം എന്നുണ്ട്. എന്തായിരുന്നു ഡിവിഷൻ അൽഗോരിതം? ഡിവിഷൻ അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. നമുക്ക് ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ഇത് ചെയ്തു നോക്കണം. ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ഇത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആരെ കിട്ടണം? ഇവനെ കിട്ടണം. ഈ കിട്ടിയേക്കുന്ന എന്ത്? ഡിവിഡൻഡിനെ കിട്ടണം. കിട്ടും നോക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ഡിവൈസർ? ഡിവൈസർ എന്ന് പറഞ്ഞാൽ x - 1 ഇൻറ്റു എന്തായിരുന്നു കോഷ്യന്റ്? കോഷ്യന്റ് ഇപ്പൊ കിട്ടിയ ആൻസർ -x² + 2x - 1 പ്ലസ് റിമൈൻഡർ. റിമൈൻഡർ എത്ര കിട്ടിയത്? 4. ആ 4. ഓക്കെ, ഇനി എന്ത് മൾട്ടിപ്ലൈ അറിയാമോ? x × -x² - x³ x × 2x + 2x², x × -1 - x. അപ്പൊ x കൊണ്ട് മൾട്ടിപ്ലൈ കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. -1 × -x² + x², -1 × +2x -2x, -1 × -1 +1. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. അവസാനം ബാക്കി എന്തുണ്ട്? +4 കൂടി ഉണ്ട്. ലാസ്റ്റ് ഒരു +4 കൂടി ഉണ്ട്. അപ്പൊ ഇനി കൂട്ടാം നമുക്ക്. ക്യൂബ് ഇവിടെ ഉണ്ട്, ഇവിടെ മാത്രമേ ക്യൂബ് ഉള്ളൂ. അപ്പൊ എന്താ? -x³. സ്ക്വയർ ഇവിടെയൊക്കെ ഉണ്ട്. ഇതാ ഒരു 2x² ഉണ്ട്, ഒരു +x² ഉണ്ട്. കൂട്ടി കഴിഞ്ഞാൽ 3x². x ഇവിടെയൊക്കെ ഉണ്ട്. ഇതാ ഇവിടെയും x² ഉണ്ട്, ഇവിടെ x ഉണ്ട്, ഇവിടെ x ഉണ്ട്. -x - 2x എന്തിട്ടും? -3x. ഇനിയോ 4ഉം +1, 4 + 1 കൂട്ടി എത്ര കിട്ടും? 5. നോക്കൂ, നമുക്ക് ഇത് തന്നെ കിട്ടിയേക്കുന്നത് -x³ + 3x² - 3x + 5. എന്ത് തന്നെ കിട്ടി നമുക്ക്? നമുക്ക് ഡിവിഡൻഡ് തന്നെ കിട്ടി. ഡിവിഡൻഡ് തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് എഴുതി വെക്കാം? ഹെൻസ് ഡിവിഷൻ അൽഗോരിതം ഈസ് വെരിഫൈഡ്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാവരും കൃത്യമായി എഴുതി എന്ത് ചെയ്യുക? പഠിക്കുക. നമുക്കിനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എക്സാമിനൊക്കെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഫൈൻഡ് ഓൾ സീറോസ് ഓഫ് 2x⁴ - 3x³ - 3x² + 6x - 2 if 2 of its zeros are √2 and -√2. നോക്കൂ, ഇതൊരു 4th ഡിഗ്രി പോളിനോമിയൽ അല്ലേ? ഈ പോളിനോമിയലിലെ ഏറ്റവും ഹയസ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ 4 ആണ്. അതുകൊണ്ട് ഒരു 4th ഡിഗ്രി പോളിനോമിയൽ ആണ്. അങ്ങനെ 4th ഡിഗ്രി പോളിനോമിയലിന് ആകെ എത്ര സീറോസ് കാണും? 4th ഡിഗ്രി പോളിനോമിയലിന് ആകെ 4 സീറോസ്, 4 സീറോസ് കാണും. ആ 4 സീറോസിൽ 2 സീറോ നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കി 2 എണ്ണം നമ്മൾ കണ്ടുപിടിക്കണം. സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ എഴുതി പഠിക്കുക. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾ ഇങ്ങനെയാണത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നേക്കുന്ന 2 സീറോസ് ഏതൊക്കെയാ? √2ഉം -√2. അപ്പൊ നമുക്കറിയാം സിൻസ് √2 ആൻഡ് -√2 ആർ സീറോസ്, ഇത് രണ്ടും സീറോസ് ആയതുകൊണ്ട് നമുക്ക് നോക്കൂ, എക്സ് √2 സീറോ ആയതുകൊണ്ട് നമുക്ക് അതിന് എക്സ് ഇതിന് നേരെ -√2 ഇൻറ്റു ഇവിടെ -√2 ആയതുകൊണ്ട് നേരെ ഓപ്പോസിറ്റ് എക്സ് -√2 എക്സ് +√2 ഈക്വൽ ടു. മക്കളെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പറയുന്നത് കേട്ടിരിക്കുക. നമുക്ക് √2 എന്ന് പറയുന്നത് ഒരു സീറോ ആണെങ്കിൽ എക്സ് -√2 ഒരു ഫാക്ടർ ആയിരിക്കും. അതുപോലെ -√2 ഒരു സീറോ ആണെങ്കിൽ എക്സ് -√2, അപ്പൊ എക്സ് -√2 എന്താ? എക്സ് +√2 അതെന്തായിരിക്കും? ഒരു ഫാക്ടർ ആയിരിക്കും. ആ 2 ഫാക്ടറോടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ
ഇത് a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോമിലല്ലേ? വാട്ട് ഇസ് a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ, മൈനസ് ബി സ്ക്വയർ എന്ന് പറയാൻ √2ന്റെ സ്ക്വയർ. വാട്ട് ഇസ് √2 സ്ക്വയർ? ദാറ്റ് ഈസ് 2. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 2 ഈസ് എ ഫാക്ട്. ഈസ് എ ഫാക്ട്. അതായത് √2 ഒരു 0 ആയതുകൊണ്ട് എക്സ് മൈനസ് √2 ഫാക്ടർ ആയിരിക്കും. മൈനസ് √2 0 ആയതുകൊണ്ട് എക്സ് മൈനസ് മൈനസ് √2 ദാറ്റ് ഈസ് എക്സ് പ്ലസ് √2 ഒരു ഫാക്ടർ ആയിരിക്കും. അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും? ഈ പി ഓഫ് എക്സ്, ഈ പോളിനോമിയലിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും. അപ്പൊ നമുക്ക് ഒരു ഫാക്ടർ കിട്ടി. ഇനി ചെയ്യേണ്ടത്, നമ്മൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ഫാക്ടർ ഇല്ലേ, ആ ഫാക്ടറിനെ നമുക്ക് ഈ പോളിനോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ലോങ് ഡിവിഷൻ ഡിവൈഡ് ചെയ്യണം. അപ്പൊ അത് സ്റ്റെപ്പ് ചെയ്യേണ്ടത് 2x⁴ മൈനസ് 3x³ മൈനസ് 3x² പ്ലസ് 6x മൈനസ് 2 ഡിവൈഡഡ് ബൈ ഇപ്പൊ കിട്ടിയ ഫാക്ടർ എന്താ? അത് x² മൈനസ് 2. അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ അങ്ങനെ പഴയ പോലെ ചെയ്ത പോലെ x² എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 2x⁴ ആകും? അത് 2x² ആണ്. അറിയാത്തവരുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞേ, മുകളില് 2 ഇൻറ്റു x⁴ x ആണ് ബൈ എന്തുകൊണ്ടാണ് ഡിവൈഡ് നോക്കേണ്ടത്? x² കൊണ്ട്. x² എന്ന് പറഞ്ഞാൽ x ഇൻറ്റു എക്സ്. ഒരു എക്സ് അടുത്ത എക്സ് ബാക്കി എന്തുണ്ട്? 2 ഇൻറ്റു x ദാറ്റ് ഈസ് 2x². ഇനി ചെയ്യണം, ഈ 2x² കൊണ്ട് ഇവിടെ വരുന്നത് മൾട്ടിപ്ലൈ ചെയ്യാം. 2x² ഇൻറ്റു x² ദാറ്റ് ഈസ് 2x⁴. ഇവിടുത്തെ അത് തന്നെ നമുക്ക് കിട്ടും. അടുത്തോ 2x² ഇൻറ്റു -2. വാട്ട് ഈസ് 2 ഇൻറ്റു -2? -4. ദാറ്റ് ഈസ് -4x². ആ -4x² എവിടെ എഴുതണം? എവിടെയാണോ x² ഉള്ളത് അവിടെ എഴുതണം. അപ്പൊ -4x². അപ്പൊ നമുക്ക് ക്യൂബിന്റെ അടിയിൽ ആരെങ്കിലും ഉണ്ടോ? ക്യൂബിന്റെ അടിയിൽ ആരും ഇല്ലെങ്കിൽ നമ്മൾ അവിടെ 0 കൊടുത്തേക്കാം. ഓക്കെ, ആരും ഇല്ല, എന്നിട്ട് 0 കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പഴയ പോലെ കുറയ്ക്കുക. ഇതെന്ത് കിട്ടും? 0 കിട്ടും. ഇവിടെ 0 ആയതുകൊണ്ട് അത് അതുപോലെ എഴുതിയേക്കാം. -3x³. ഇതെന്താക്കുക? പ്ലസ് ആക്കുക. അപ്പൊ -3 + 4. വാട്ട് ഈസ് -3 + 4? +1 ആണ്. അപ്പൊ അത് +1 × x² + x². ബാക്കിയുള്ളവന്മാരെ മറന്നു പോയിരിക്കാൻ വേണ്ടി താത്തിറക്കിയേക്കാം. അത് നമ്മൾ ചെയ്യും. അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം? ഇവനല്ലേ ആദ്യം കിടക്കുന്നത്. x² എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് -3x³ ആകും എന്ന് നോക്കണം. അപ്പൊ അറിയാമായിട്ടുണ്ട് എന്ത് ചെയ്യണം? -3x³ x ഇൻറ്റു x എന്ന് എഴുതുക ബൈ x² നോക്കേണ്ടത്. അപ്പൊ താഴെ x ഇൻറ്റു x എഴുതുക. 2x മേളിലും താഴെ ക്യാൻസൽ. ബാക്കി എന്ത് വരും? -3x എന്ന് വരും. അപ്പൊ -3x കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. -3x ഇൻറ്റു x² -3x³ -3x ഇൻറ്റു -2 -2 പ്ലസ് 3x ഇൻറ്റു 6x. എവിടാണോ x കിടക്കുന്നത് അവിടെ കൊണ്ട് എഴുതുക. സ്ക്വയറിന്റെ അടിയിൽ ആളില്ല, അവിടെ ഒരു 0 കൊടുത്തേക്കാം. ഓക്കെ, അപ്പം ഇവൻ 0 ആയി പോവും. 0 ആയതുകൊണ്ട് ഇവിടെ അതുപോലെ താത്തിറക്കുക. അത് x² ആണ്. അടുത്തത് ഇവിടെ മൈനസ് ആക്കുക. 6x -6x ദാറ്റ് ഈസ് 0. പിന്നെ ആരുണ്ട്? -2 അതുപോലെ താത്തിറക്കുക. ഇനി എന്ത് ചെയ്യണം? x² എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അത് x² ആകുന്നത്? അത് 1 കൊണ്ടാണ്. 1 ഇൻറ്റു x² അല്ലേ x². അപ്പോ ഈ 1 കൊണ്ട് മൾട്ടിപ്ലൈ 1 ഇൻറ്റു x². 1 ഇൻറ്റു -2 ദാറ്റ് ഈസ് -2. x² - x² 0. ഇവിടെ പ്ലസ് ആകും. -2 + 2 0. അപ്പൊ നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടി? 0 കിട്ടി. റിമൈൻഡർ എന്തേ കിട്ടത്തുള്ളൂ? 0 കിട്ടത്തുള്ളൂ. കാര്യം എന്താ? ഈ നമ്മൾ ഡിവൈഡ് ചെയ്ത് x² - 2 എന്ന് പറഞ്ഞാൽ ഈ പോളിനോമിയലിന്റെ ഫാക്ടർ ആണ്. ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എല്ലായ്പ്പോഴും റിമൈൻഡർ എന്തേ കിട്ടൂ? 0 കിട്ടത്തുള്ളൂ. ഒരു പക്ഷെ ചെയ്തു വന്നപ്പോൾ റിമൈൻഡർ 0 കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഡിവിഷൻ തെറ്റാണ് എന്നാണ് എന്റെ മീനിങ്. അപ്പൊ ശരിയാണെങ്കിൽ എന്തായിരിക്കും? റിമൈൻഡർ 0 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇപ്പോൾ നമുക്കൊരു കോഷ്യന്റ് കിട്ടി. എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ ഡിവിഷൻ അൽഗോരിതം എന്താണ് മക്കളെ? നമ്മുടെ ഡിവിഷൻ അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഇതായിരുന്നു ഡിവിഡൻഡ്. ഡിവിഡൻഡ് എന്തായിരുന്നു? 2x⁴ -3x³ -3x² + 6x -2 equal to divisor into what is divisor? x² - 2 into quotient 2x² - 3x + 1 പ്ലസ് റിമൈൻഡർ 0. അവനെ കൂട്ടേണ്ട ആവശ്യം ഇല്ല. അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ഈ പോളിനോമിയൽ ഇതേ ഇൻറ്റു ഇത്, ഈ രണ്ട് സംഭവങ്ങളുടെ മൾട്ടിപ്ലിക്കേഷൻ ആക്കി എഴുതാൻ പറ്റിയില്ലേ? ഇവന്റെ സീറോസ് ആണ് ഈ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. ഇത് 2 എണ്ണം. ഇനി ബാക്കി 2 സീറോസ് കണ്ടുപിടിക്കണം. അതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. ആ 2 സീറോസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇത്രയും മെത്തേഡ് ചെയ്ത് ഇവിടം വരെ എത്തി. ഇനി ബാക്കി 2 സീറോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കിട്ടിയ ഈ പോളിനോമിയലിലെ ഈ അവസാനം കിട്ടിയ ആ പോളിനോമിയലിന്റെ 2 സീറോസ് ഉണ്ട്. ആ 2 സീറോ തന്നെയായിരിക്കും നമ്മുടെ ആദ്യത്തെ പോളിനോമിയലിന്റെ സീറോസ്. അപ്പൊ നമ്മൾ ഇവനെ മാത്രം ഇങ്ങനെ എടുക്കുക. അവൻ ഏതാ? 2x² - 3x + 1.
ഇവന്റെ സീറോസ് കണ്ടുപിടിക്കണം. ഇവന്റെ സീറോസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അതേ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. 0 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റിംഗ് മിഡിൽ ടൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് അറിയാലോ. അവിടെ എങ്ങനെ ചെയ്യുന്ന പ്രോഡക്റ്റും സമ്മും എടുക്കണം. പ്രോഡക്റ്റ് എന്താ പ്രോഡക്റ്റ്? 2 × 1 2 പഠിപ്പിച്ചിട്ടുണ്ട്. സമ്മ് എന്ന് പറഞ്ഞാൽ നടുക്കുള്ളവനാണ് സം. അറ്റത്തുള്ള 2 × 1 2 അതാണ് പ്രോഡക്റ്റ്. നടുക്കുള്ളതാരാ? -3 ആണ് സം. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2ഉം ആഡ് ചെയ്യുമ്പോൾ -3ഉം കിട്ടുന്ന നമ്പർ അത് ഏതൊക്കെയാ? -1ഉം -2. നോക്കൂ, -1ഉം -2 എടുത്ത് നോക്കൂ. -1 × -2 +2 -1 + -2 ദാറ്റ് ഈസ് -3. അപ്പൊ നമ്മുടെ നമ്പർ ഏതൊക്കെയാ? -1ഉം -2. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? 2x², ഈ മിഡിൽ ടേമിനെ മാത്രം മാറ്റാം. -1x ദാറ്റ് ഈസ് -x -2x + 1 = 0. ഇവിടെ നിന്ന് എന്ത് കോമൺ എടുക്കാം? ആദ്യത്തെ രണ്ട് ടൈമിൽ നിന്നും എന്ത് കോമൺ എടുക്കാം? x കോമൺ എടുക്കാം. ഇവിടുന്ന് 2x² x പോയാൽ ബാക്കി 2x, x ൽ നിന്നും x പോയാൽ ബാക്കി -1. ഓക്കെ, അപ്പൊ ഇവിടെ 2x -1 അല്ലേ? ഇവിടെ നമുക്ക് എന്ത് കിട്ടണം? 2x -1 കിട്ടണം. അപ്പൊ ഇവിടുന്ന് എന്താ കോമൺ എടുക്കണ്ടേ? ഒരു -1 കോമൺ എടുക്കണം. ഇവിടുന്ന് ആരെ കോമൺ എടുക്കണം? ഒരു -1 കോമൺ എടുക്കുമ്പോൾ അവിടെ എന്ത് കിട്ടും? 2x -1 കിട്ടും. ഈക്വൽ ടു എന്താണ്? 0. ഇനി എന്ത് കോമൺ എടുക്കുക? രണ്ടിടത്തും എന്തുണ്ട്? 2x -1 ഉണ്ട്. ഇവിടെ ബാക്കി x ഉണ്ട്, മൈനസ് ഇവിടെ ബാക്കി 1 ഉണ്ട്, ഈക്വൽ ടു 0. എങ്കിൽ സീറോസ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഒന്നെങ്കിൽ ആദ്യത്തത് 0, അതായത് 2x -1 = 0, അല്ലെങ്കിൽ രണ്ടാമത് x -1 = 0. ഇത് 0 ആണെങ്കിൽ ഇവന്മാരെല്ലാം അപ്പുറം കൊണ്ടുപോയാൽ x = 1/2 എന്ന് കിട്ടും. ഇത് 0 ആണെങ്കിൽ x = 1 എന്ന് കിട്ടും. ആണോ? അപ്പൊ നമുക്ക് രണ്ട് ആൻസർ കിട്ടി. x = 1/2 കിട്ടി, x = 1 കിട്ടി. ഇവരാണ് നമുക്കിപ്പം ബാക്കി കണ്ടുപിടിക്കേണ്ട രണ്ട് സീറോസ്. അപ്പൊ നമുക്ക് ആദ്യം രണ്ട് സീറോസ് ഉണ്ടായിരുന്നു, √2 -√2 ക്വസ്റ്റ്യനിലുണ്ടായിരുന്നു. നമുക്ക് രണ്ട് സീറോസ് കൂടി കണ്ടുപിടിക്കണമായിരുന്നു. അതിനെന്ത് ചെയ്തു? x - √2 × x - of -√2 x + √2 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് x² - 2 എന്ന് കിട്ടി. അതുകൊണ്ട് നമ്മൾ തന്നേക്കുന്നതിനെ ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്കൊരു കോഷ്യന്റ് കിട്ടി. ആ കോഷ്യന്റിനെ നമ്മൾ എന്ത് ചെയ്തു? സ്പ്ലിറ്റിംഗ് മിഡിൽ ടൈം വെച്ച് രണ്ട് ഫസ്റ്റ് ഡിഗ്രി ആക്കിയിട്ട് അവിടെ നിന്നും x-ന്റെ രണ്ട് വാല്യൂ കണ്ടുപിടിച്ചു. x രണ്ട് വാല്യൂ ഇപ്പൊ കിട്ടിയത് 1/2ഉം 1. Therefore the zeros are √2 -√2 1/2 and 1. അവസാനം എന്ത് എഴുതി വെക്കണം? Therefore the zeros are √2 -√2 1/2 and 1 എന്ന് നിങ്ങൾ എഴുതിയിരിക്കണം. ഇവിടെ എഴുതാൻ സ്ഥലമുള്ളതൊക്കെ ഞാൻ എഴുതുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ബുക്കിൽ കൃത്യമായി എഴുതിയിരിക്കണം. എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നമ്മൾ ഇപ്പൊ ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെയുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ ഇങ്ങനെയാ: obtain all other zeros of 3x⁴ + 6x³ - 2x² - 10x - 5 if two zeros are √5/3 and -√5/3. നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ. അപ്പൊ എന്താ? സിൻസ് √5/3 and -√5/3 are zeros. സീറോസ് ആയതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. സീറോസ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? x മൈനസ് ആദ്യത്തത് √5/3 ഇൻറ്റു x മൈനസ് രണ്ടാമത്തത് മൈനസ് ചേർന്ന് പ്ലസ് ആവും √5/3 ഈക്വൽ ടു എന്തായിരിക്കും? a - b × a + b a² x² - b² -b² √5/3 എന്താ? 5/3. അപ്പൊ x² - 5/3 എന്തായിരിക്കും? ഈസ് എ ഫാക്ടർ. അതെന്തായിരിക്കും? ഒരു ഫാക്ടർ ആയിരിക്കും. അത് ചെയ്ത് മനസ്സിലായോ? ആയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അങ്ങനെ ക്വസ്റ്റ്യൻ വന്ന് ആദ്യം ചെയ്യേണ്ടത് x മൈനസ് ആദ്യത്തത് ഇൻറ്റു x മൈനസ് രണ്ടാമത്തെ 0 ഈക്വൽ ടു നമുക്ക് സംഭവം കിട്ടും. എന്ത് കിട്ടി? x² - 5/3 എന്ന് കിട്ടി. അതെന്തായിരിക്കും? ഒരു ഫാക്ടർ ആയിരിക്കും. ആ ഫാക്ടർ കൊണ്ട് നമ്മൾ നമ്മുടെ പോളിനോമിയലിനെ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപ്പൊ എങ്ങനെ ചെയ്യാം? 3x⁴ + 6x³ - 2x² - 10x - 5 ഡിവൈഡഡ് ബൈ ഏത്? x² - 5/3 x² - 5/3. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം x² എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3x⁴ ആകും? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ 3 × 4 വട്ടം x മൾട്ടിപ്ലൈ ബൈ താഴെ എന്ത് ചെയ്യുക? x² 2x കട്ടായി പോയാൽ ബാക്കി നമുക്ക് കിട്ടുന്നത് 3x² ആയിരിക്കും. ഞാൻ അവിടെ ചെയ്ത് കാണിക്കണോ? വേണ്ട, രണ്ട് ക്വസ്റ്റ്യൻ ചെയ്ത് കാണിക്കുക. നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇനി എന്ത് ചെയ്യണം? 3x² മൾട്ടിപ്ലൈ ചെയ്യാം. 3x² × x², അത് 3x⁴ ആണ്. അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം? 3x² × -5/3. അത് നമുക്ക് ചെയ്ത് നോക്കാം. അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് 3x² × -5/3 ആണ് ചെയ്യേണ്ടത് അല്ലെ? ഇതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം.
ഇവിടുത്തെ ഒരു 3യും താഴെ 3യും കട്ടായി പോകും. ബാക്കി എന്തുണ്ട്? -5 into x square. What is -5 into x square? That is -5x square. ആ -5x square എവിടെ എഴുതണം? x സ്ക്വയറിന്റെ താഴെ എഴുതണം. -5x square x സ്ക്വയറിന്റെ താഴെ എഴുതണം. അപ്പൊ ക്യൂബിന്റെ ടേം ഇല്ലാത്തതുകൊണ്ട് അവിടെ എന്ത് ചെയ്യുക? ഒരു 0 എടുത്തേക്കുക. ഇനി എന്ത് ചെയ്യുക? പതിവ് പോലെ നമ്മൾ മൈനസ് ചെയ്യുക. ഇത് സെയിം ആയതുകൊണ്ട് കുറയ്ക്കുമ്പോൾ 0, ഇവിടെ താഴെ 0 ആയതുകൊണ്ട് അതുപോലെ താത്ത കിടക്കിയേക്കാം +6x3. ഇവിടെ മൈനസ് മാറ്റി പ്ലസ് ആക്കുക. -2 + 3, ക്ഷമിക്കാം, -2 + 5. That is -2 + 5, that is +3. അപ്പം +3x². ബാക്കിയുള്ളവന്മാരെ നമുക്ക് മറന്നു പോയിരിക്കും വേണ്ടി താത്തെടുക്കാം, നമുക്ക് എഴുതാം. ഇനി എന്ത് ചെയ്യണം? പതിവ് പോലെ x² എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6x³ ആകും? നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 6x എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം? 6x into x², that is 6x³. 6x into -5/3. ഞാൻ അത് എഴുതിയേക്കാം. 6x into -5/3. നോക്കൂ, ഒരു തവണ 3 കട്ട്, ഇവിടെ 3 കട്ട്, 2 തവണ 3. What is 2x into -5? 2x into -5 is -10x. അപ്പൊ ഇവിടെ 6x into -5/3 കിട്ടും. നമുക്ക് എന്ത് കിട്ടും? -10x എന്ന് കിട്ടും. എവിടെയാണോ x ഉള്ളത് അവന് താഴെ എഴുതാം -10x. സ്ക്വയറിന്റെ ടൈം ഇല്ല, അവിടെ എന്ത് ചെയ്യുക? 0 എടുക്കുക. ഇനി എന്ത് ചെയ്യുക? പതിവ് പോലെ നമ്മൾ കുറയ്ക്കുക. ഇത് സെയിം ആണ്, 0 വരും. ഇവിടെ 0 ആയതുകൊണ്ട് അതുപോലെ താത്തിറക്കുക, -3x² വരും. ഇവിടെ എന്താക്കുക? പ്ലസ് ആക്കുക. എന്താ? -10x + 10x, ദാറ്റ് ഈസ് 0 ആണ്. ഈ -5 അതുപോലെ. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം? x² എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് 3x² ആകും? അത് 3 കൊണ്ടാണ്. 3 കൊണ്ട്. ഇനി 3 into x², 3x², 3 into -5/3. നമുക്ക് ചെയ്ത് നോക്കാം. 3 into -5/3. 3യും 3 ക്യാൻസൽ. നമുക്ക് ആൻസർ എന്താ? -5. ആ -5 എഴുതണം. ഇതിന് താഴെ x ഒന്നും ഇല്ലാത്തത് എഴുതണം, -5. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. 3x² - 3x² 0. ഇത് പ്ലസ് ആക്കിയാൽ -5 + 5 0. എന്ത് കിട്ടി? 0 കിട്ടി. അല്ലെങ്കിലും ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ പറഞ്ഞു, ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്തേ വരത്തുള്ളൂ? റിമൈൻഡർ 0 വരത്തുള്ളൂ. ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ബാക്കി ചെയ്യണം. ആ ബാക്കി ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? നമുക്ക് ഇപ്പൊ കിട്ടിയ ആൻസർ ഏത്? 3x² + 6x + 3. അതേ ഈക്വൽ ടു എന്ത് ചെയ്യണം? 0 എടുക്കണം. നമുക്കിപ്പം ആദ്യം ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു. ആ ഫാക്ടറിന്റെ സീറോസ് ആണ് നമ്മുടെ ആദ്യത്തെ 2 സീറോസ്. ഇനി നമുക്ക് എത്ര സീറോസ് കണ്ടുപിടിക്കാറുണ്ട്? 2 സീറോസിനെ കണ്ടുപിടിക്കാറുണ്ട്. ആ 2 സീറോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ കിട്ടിയ കോഷ്യന്റ്. ആ കോഷ്യന്റിന്റെ സീറോസ് കണ്ടുപിടിച്ചാൽ മതി. ആ കോഷ്യന്റ് എന്താ? 3x² + 6x + 3 വിച്ച് ഈസ് ഈക്വൽ ടു 0 എടുക്കുക. നോക്കൂ, നമുക്ക് ഇവിടെ 3 കോമൺ എടുത്തൂടെ? 3 കോമൺ എടുത്ത ബാക്കി x² പ്ലസ് ഇവിടെ 3 പോയാൽ 2x പ്ലസ് ഇവിടെ 3 പോയാൽ +1 = 0. ഈ 3 അവിടെ പോയി ഡിവൈഡ് ചെയ്താൽ ബാക്കി 0/3 എന്തായി പോകും? 0 ആയി പോകും. പിന്നെ ബാക്കി നമുക്ക് എന്തേ ഉള്ളൂ? x² + 2xa + 1 = 0 അല്ലേ? നമുക്ക് ഇവിടെ നോക്കൂ, പ്രൊഡക്റ്റും സമം എടുക്കാം. ഇവിടെ എന്താ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ? 1 into 1, അത് 1 ആണ്. സം എന്താ? നടുക്കുള്ളതാണ് സം, അത് 2 ആണ്. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1ഉം ആഡ് ചെയ്യുമ്പോൾ 2ഉം കിട്ടുന്ന 2 നമ്പർ ഏതൊക്കെയാ? 1ഉം 1ഉം അല്ലേ? 1, 1, 1 into 1, 1, 1 + 1, 2. എളുപ്പമല്ലേ കാര്യങ്ങൾ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? സ്പ്ലിറ്റിംഗ് മിഡിൽ ടൈം സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം എന്താ? x² കൂടെ 1 അല്ലാതെ വേറെ ഏതെങ്കിലും നമ്പർ 1 2x² 3x² അങ്ങനെ നമ്പർ വരുമ്പോഴാണ് നമ്മൾ മിഡിൽ ടൈം സ്പ്ലിറ്റ് ചെയ്യാൻ നിൽക്കേണ്ടത്. അപ്പൊ x² കൂടെ വേറെ ആരും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ 1 അല്ലേ? x + 1 ഇൻറ്റു എന്ത് എഴുതിയാൽ മതി? x + 1 = 0 എഴുതാം. മനസ്സിലാവുണ്ടോ? നമുക്ക് x² കൂടെ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. x² കൂടെ നമ്പേഴ്സ് വല്ലതും ഉണ്ടെങ്കിലാണ് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ മിഡിൽ ടൈം സ്പ്ലിറ്റ് ചെയ്യാൻ നിൽക്കേണ്ടത്. x² കൂടെ ആരും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? x + ആദ്യത്തത് ഇൻറ്റു x + രണ്ടാമത്തെ, അങ്ങനെ നമുക്ക് ഇതിന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഒന്നെങ്കിൽ x + 1 = 0, അല്ലെങ്കിൽ രണ്ടാമത്തത് x + 1 = 0. ഇതാണെങ്കിൽ 1 അപ്പുറം പോയാൽ x = -1, ഇതാണെങ്കിലും x = -1. അപ്പൊ നമുക്ക് 2 സീറോകൾ കിട്ടി. ഏതൊക്കെയായി? -1ഉം -1. ആദ്യം നമ്മൾ 2 സീറോ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഏതൊക്കെയാ? √5/3 ഉം -√5/3. അപ്പൊ ലാസ്റ്റ് എഴുതി വെക്കാം. Therefore, the zeros are √5/3, -√5/3, -1 and -1. 4. അപ്പൊ ഏതൊക്കെയാ? √5/3, -√5/3, -1 and -1. ഈ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ വിചാരിക്കും. ഇന്നത്തെ ക്ലാസ് നമ്മളുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു. നമ്മൾ ചെയ്ത പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യുക? ചെയ്ത് പഠിക്കുക. എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് ചോദിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന നമ്പറാണ്. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും